ഒരു നരകം മാത്രമൊന്നും അല്ല പ്രിയപ്പെട്ടവരെ, ഒരു നരകം മാത്രമൊന്നുമല്ല. എന്നാ പിന്നെ നമുക്ക് എല്ലാം ചിന്തിച്ചൂടെ, 100 തെറ്റ് ചെയ്തവന് അല്ലെങ്കിൽ 100 പേരെ കൊന്നവന് നരകത്തിലേക്ക് വലിച്ചെറിയും. ഒരു അപരാധം ചെയ്തവൻ ഒരാളെ കൊന്നവനെയും അള്ള പുറത്തോട്ടില്ല, അവനെ നരകത്തിലേക്ക് വലിച്ചെറിയും. തത്വത്തിൽ നരകം എന്ന ഭാഗത്തിൽ വരുമ്പോ രണ്ടുപേർക്കും ഒരേ ശിക്ഷ. അള്ളാടെ മുമ്പിൽ അതൊന്നുമല്ല, കൃത്യമല്ല. ഒരു അണുവിട പോലും ആക്രമിക്കപ്പെടില്ല. 100 ചെയ്തവന് കൃത്യം അളന്നു കൊടുക്കും 100. അതിനായി മഹ്ശറ. നരകം മാത്രമൊന്നുമല്ല, അതിന് മുമ്പൊരു ലോകമുണ്ട്. നമ്മൾ എന്നെ പറഞ്ഞു നോക്കും, നരകത്തിലെങ്കിൽ നരകത്തിലോട്ട് വലിച്ചെറിയട്ടെ, പക്ഷെ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തന്നേ പറ്റും എന്ന് പോലും പേടിച്ച് പറഞ്ഞു പോകുന്ന മഹ്ശറ എന്ന് പറഞ്ഞ, ഇനി പാപം പുറത്തിട്ട് ഒരാളെ സ്വർഗത്തിലേക്ക് അല്ല വിടാൻ തീരുമാനിച്ചെന്ന് വെച്ചോ, അള്ളാഹു അത്തരക്കാരിൽ നമുക്ക് ഉൾപ്പെടുത്തുമാറാകട്ടെ. ഏറ്റവും കുറഞ്ഞ പക്ഷെ അതിലും പേടിക്കാനുണ്ട്, അതിലും ഭയക്കാനുണ്ട്. പാപം പ്രവർത്തിച്ചിട്ട് ആ പാപമൊക്കെ അയാൾക്കല്ല പുറത്തു കൊടുത്തിട്ട് അയാളെ അള്ളാഹു സ്വർഗത്തിലേക്ക് വിടുമെന്ന് വെച്ചോ, എന്നാലും അയാൾ ചെയ്ത പാപത്തിന്റെ ശിക്ഷ എവിടെയെങ്കിലും വെച്ച് അള്ളാഹു കൊടുത്തിരിക്കും. അതിന് പറ്റുന്ന ഒരു പോറലെങ്കിലും അള്ളാഹു താല കൊടുത്തിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ആരും ആക്രമിക്കപ്പെടൂല. അങ്ങനത്തെ ദിവസമല്ല അല്ല വ്യക്തമാക്കി പഠിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ള പൊറുക്കൂ അമ്മക്ക് ഇതൊന്നും നടക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്, ഗൗരവമായി വിഷയം. അപ്പൊ നന്മ വഴിയെ വരാം. നന്മ ചെയ്തവരും നല്ലത് പ്രവർത്തിച്ചവർക്കും അവരുടെ അമലുകൾ വഴി അല്ലാഹുവിന്റെ മുത്തനബി പഠിപ്പിച്ചനുസരിച്ച് മാടിന്റെ രൂപത്തിൽ, ഒട്ടകത്തിന്റെ രൂപത്തിൽ, കഴുതയുടെ രൂപത്തിൽ, ആടിന്റെ രൂപത്തിൽ ഒക്കെ വരും. ഏതാടാ? ഇവിടെ നിന്ന് ഒരു കാലെടുത്ത് വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അടുത്ത കാലെടുത്ത് ചാവാലി ആട്. പിന്നെയോ പടക്കുതിരക്കളകളെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന അത്തരത്തിൽ രൂപത്തിലുള്ള സുന്ദരമായ രൂപത്തിലുള്ള വാഹനങ്ങളുടെ, മൃഗങ്ങളുടെ വാഹനങ്ങളാക്കി അള്ളാഹു നമ്മുടെ അമലുകളെ അവിടെ തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കേ. ഇതെവിടെ? ഒരു കൂട്ടര് പലിശ തിന്നതിന്റെ പേരിൽ ഇഴയെ, ഒരാൾ സക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ ആ സക്കാത്ത് കൊടുക്കാത്ത, ചുമക്കാൻ കഴിയാത്ത ആ അമലുകൾ മുഴുവനും ചുമന്നിട്ട് വളരെ പേക്കോലങ്ങളായി സഞ്ചരിച്ചു കൊണ്ടിരിക്കെ അതിനിടയിൽ ആ കാല് വിരിച്ചുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന ഒരു വിഭാഗം, വാഹനങ്ങളിലായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗം. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മുത്ത് ഹബീബ് പഠിപ്പിച്ചു സ്വഹാബ, ഇതിനിടയിൽ ശുഹദാക്കൾ എന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ ശരീരത്തിൽ നിന്ന് പരിശുദ്ധമായ ദീനിന് വേണ്ടി ചിന്തപ്പെട്ട ചോരയുണ്ടല്ലോ, ആ ചോര കസ്തൂരിയെ പോലെ മണം വിതറിക്കൊണ്ട് അവരുടെ ചോരയാണ് അന്നത്തെ അത്തറ്. സാഹിറ എന്ന ലോകത്തെ അത്തറ്, സാഹിറ എന്ന പ്രദേശത്തെ അത്തറ്, അന്നത്തെ കസ്തൂരി ശുഹദാക്കളുടെ രക്തത്തുള്ളികളാണ്. ഭൂതത്തിന്റെ രണാഗതത്തിൽ പിടഞ്ഞു വീണ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ പോലെ എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിക സംസ്ഥാപനത്തിന് വേണ്ടി ശരീരങ്ങളെ ബലി കൊടുക്കേണ്ടി വന്ന അനുഗ്രഹീത ജന്മങ്ങളുണ്ടല്ലോ. പരിശുദ്ധമായ പള്ളിക്കകത്ത് കാസർഗോഡ് പരിശുദ്ധമായ പള്ളിയുടെ സേവകനായി നിലനിന്നിരുന്ന പാവപ്പെട്ട ദീനിന്റെ ഖാദിമായ റിയാസ് മുസ്ലിയാരടക്കം, പാവപ്പെട്ട ഷഹീദ് യാസർ അടക്കമുള്ള, ഷഹീദ് ഫൈസൽ അടക്കമുള്ള പരിശുദ്ധമായ ദീനിനെ നെഞ്ചിലേറ്റിയതിന്റെ പേരിൽ നിഷ്ഠൂരം അപരാധമായി അറുങ്കൊല ചെയ്യപ്പെട്ടവരുടെ സ്വഹദാക്കളായി നാളെ അല്ലാഹുവിന്റെ മഹ്ശറിലേക്ക് അവരെ കൊണ്ടുവരുമ്പോ, അവരെ കൊണ്ടുവരപ്പെടുമ്പോ അവരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തത്തുള്ളികൾ മുഴുവനും ആ മഹ്ശറിലെ കസ്തൂരിയാണ് പ്രിയപ്പെട്ടവരെ, മഹ്ശറിലെ സുഗന്ധമാണ് പ്രിയപ്പെട്ടവരെ. വ്യഭിചാരികളുടെ ഔറത്തിൽ നിന്ന് ഒലിച്ചു വീഴുന്ന ദുർഗന്ധം കാരണം മുഅ്മിനീങ്ങൾ പോലും സഹിക്കാൻ കഴിയാതെ നിൽക്കുമ്പോ അവർക്ക് ആ ദുർഗന്ധം ഏറ്റാതിരിക്കാൻ, അവർക്ക് ആ ദുർഗന്ധം ഏൽക്കാതിരിക്കാൻ ശുഹദാക്കളുടെ രക്തത്തുള്ളികൾ അല്ലാഹു കസ്തൂരിയാക്കി മാറ്റി കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ലൈസ ഖസ്ദി മിനൽ ജീനാനി നഈമാ ഗൈറ അന്നി ഉരീദു ഹാലി ആറാക അൽ മാലു വൽ ബനൂൻ സീന
സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാതുസ് സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ വഖൈറുൻ അമലാ വയൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർള ബാരിസാ വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദാ. ഖുർആനിൽ അമറൽ ജലീലു അസ്സ വജൽ. അല്ലാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിച്ചു, ഖുർആൻ പഠിപ്പിച്ചു, വൈദൽ വഹൂശു ഹുസിറത്. അത്തരത്തിൽ മനുഷ്യരെ തെളിക്കപ്പെടുമ്പോൾ, അത്തരത്തിൽ ജിന്നുകൾ തെളിക്കപ്പെടുമ്പോൾ, അത്തരത്തിൽ സമസ്താഖലൻ ജീവജാലങ്ങൾ തെളിക്കപ്പെടുമ്പോൾ മനുഷ്യരോട് ചേർന്നുകൊണ്ട്, മനുഷ്യരോട് പൂച്ചക്കുട്ടികളെ പോലെ ഒരുങ്ങിക്കൊണ്ട് കാടുകളിൽ ദുനിയാവിൽ മനുഷ്യന്റെ രക്തത്തിന് വേണ്ടി ദാഹിച്ച കൊടും ക്രൗര്യാത്മകമായ ഹിംസ്ര ജന്തുക്കളുണ്ടല്ലോ, അവകളടക്കം മനുഷ്യരോട് ഒട്ടിച്ചേർന്നുകൊണ്ട് മഹ്ശറയിലേക്ക് പോകും. എല്ലാം ഇണക്കത്തില്, എല്ലാം കൂട്ടപ്പെടും. എല്ലാം കൂട്ടപ്പെടും. അല്ലാഹുവിന്റെ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഉടനെ എല്ലാരും ഇങ്ങനെ കൊണ്ടുവരുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിളിച്ചിട്ട് പറയും, ജിബ്രീലെ മുഹമ്മദ് നബി എവിടെ? നമ്മളെ നബിയുടെ സ്ഥാനമൊക്കെ അവിടെ. ഹബീബുനാ വ സയ്യിദുനാ വ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയെന്ന് ചോദിക്കും. ഉടനെ നബിത്തങ്ങളെ സംബന്ധിച്ച് വിവരം പറയും, നബിത്തങ്ങളെ കൊണ്ടുവരാൻ പറയും. ഇന്നത്തെ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാര സഹറ ഒരു പാറുണ്ട്, അതൊന്നും നമുക്കറിയില്ല, അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിക്കുന്നതാ. അതൊക്കെ അങ്ങനെ വിശ്വസിക്കാനേ തരുള്ളൂ. നമ്മുടെ ബുദ്ധിക്കോ ശാസ്ത്ര നിരീക്ഷണങ്ങൾക്കോ ഒരു തരത്തിലുള്ള സ്ഥാനവുമില്ലാത്ത അദൃശ്യമായ വിവരങ്ങൾ, ഇനി വരാനുള്ള ലോകത്തിന്റെ വിവരങ്ങൾ നബിത്തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് അംഗീകരിക്കാതെ തരമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നബിത്തങ്ങൾ അവിടെ കൊണ്ടുവരും. നബി അവിടെ നിൽക്കും. പൊതുവെ സന്തോഷവാനാ നബി. കാരണം നബി എന്തിനാ മഹ്ശറയിൽ ദുഃഖിക്കുന്നത്? നബി മഹ്ശറയിൽ ദുഃഖിക്കണ്ടല്ലോ. അന്ന് ആകെ സന്തോഷിക്കുന്ന ഒരാള് അല്ലാഹുവിന്റെ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലഹാ വല്ലൈലി ഇദാ സജാ ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ സ്വന്തം ജീവിതത്തിന്റെ വിഷയത്തിൽ സന്തോഷവാനാണ്, വിജയമാണ്. കാരണം അതിന് മാത്രം നബിയെ കാത്തിരിക്കുന്നത്. പക്ഷേ ഈ ഉമ്മത്തിനെ ഓർത്തിട്ട്, നമ്മളെ ഓർത്തിട്ട് നബി തങ്ങൾ വല്ലാത്ത ദുഃഖത്തില, പ്രയാസത്തില. എന്റെ ഉമ്മത്തികളെ കാര്യം എങ്ങനെയാവും, എന്റെ ഉമ്മത്തികളെ കാര്യം എങ്ങനെയാകും എന്ന് പറഞ്ഞ് നബി തങ്ങൾ വന്നിരിക്കുമ്പോ നബിയുടെ ഓരത്തുകൂടി പോകെ നബി ഇങ്ങനെ വീക്ഷിക്കേ. ആരാ? ആദം നബി അലൈഹിസ്സലാം മുതലുള്ള ഓരോ സമുദായം കൂട്ടം കൂട്ടമായി സാഹിറയിലേക്ക് പോകെ. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഈ പോണത് സാഹിറ എന്ന പ്രദേശത്തിലേക്ക് പോകെ. ഓരോ സമുദായം കൂട്ടം കൂട്ടമായി പോകും. ജിബ്രീലിനോട് നബി തങ്ങൾ ചോദിക്കും, ജിബ്രീലേ, ഇതാണോ എന്റെ സമുദായം? ഇതാണോ എന്റെ സമുദായം? ഇല്ല നബി, അവരവസാനം വരും. ഇത് ഇന്ന നബിയുടെ സമുദായമാണ്. ഓ ശരി. വെപ്രാളമാ നബിക്ക്, നമ്മളെ മുത്ത് നബിക്ക് നമ്മളെ കണ്ടെത്താനുള്ള വെപ്രാളം. നബിയുനാ റസൂലുള്ളാഹി വീണ്ടും സഞ്ചരിക്കും. കുറെ കഴിയുമ്പോ വലിയൊരു സമുദായം വരും. ആ സമുദായത്തിൽ പ്രകാശിക്കുന്ന മുഖമുള്ള കസ്തൂരിയെ പോലെ പ്രശോഭിതമായി നിറുകളിക്കുന്ന മണമുള്ള കൈകാലുകളൊക്കെ പ്രകാശിക്കുന്ന ഒരുപാട് കൂട്ടരുണ്ടാകും മനുഷ്യർ. അവരെ കാണുമ്പോ നബി തങ്ങൾക്ക് സംശയം തട്ടിയിട്ട് നബി വീണ്ടും ജിബ്രീലിനോട് ചോദിക്കും, ജിബ്രീലെ, ഇതാണോ എന്റെ സമുദായം? ഇതാ അല്ല നബിയെ, ഇത് ഉമ്മത്ത് മൂസ അലൈഹിസ്സലാം. ഏറ്റവും വലിയ സമുദായം നമ്മൾ കഴിഞ്ഞ പിന്നെ മൂസ നബിയുടെ സമുദായമാണ്. അതിലെ സദ്വൃത്തരെ അങ്ങ് ഈ കണ്ടത് അവരും അല്ല നബിയെ, അവർ കഴിഞ്ഞിട്ട് ഇനിയും കടന്നു വരുമെന്ന് പറഞ്ഞു. അവസാനം പോയി ഈസ നബിയുടെ സമുദായമൊക്കെ പോയി കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മുത്ത് നബിയുടെ മുമ്പിൽ നിന്ന് കരയും. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മുത്ത് നബിയുടെ മുമ്പിൽ നിന്ന് ഓരോ സമുദായങ്ങൾ പോയിട്ടും മിണ്ടാതെ നിന്ന ജിബ്രീൽ ഈസ നബിയുടെ സമുദായം കടന്നു പോയിക്കൊണ്ടിരിക്കെ അല്ലാഹുവിന്റെ മുത്ത് നബിയുടെ മുമ്പിൽ നിന്ന് കരയുന്നു. നബി തങ്ങൾ ചോദിക്കുന്നു, ജിബ്രീൽ മാ യുബ്കീക യാ ജിബ്രീൽ, ജിബ്രീലേ, നിങ്ങൾ എന്തിനാണ് കരയുന്നത് ജിബ്രീലേ? ഒരുപാട് സമുദായങ്ങൾ കടന്നുപോയ ജിബ്രീൽ,
അവരാരെയും കണ്ടിട്ട് നിങ്ങൾ നിലവിളിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ ഇപ്പൊ കരയാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് പറയുന്നു, റസൂലുള്ളാഹ്, വലിയ താമസമില്ലാതെ അങ്ങയുടെ സമുദായം കടന്നു വരും നബിയേ. ഈ ഒരു സമുദായം കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അങ്ങയുടെ സമുദായമാണ് നബിയേ. അതിലുള്ള ദ്വാഫാക്കളുടെ, അതിലുള്ള പാപികളുടെ, അതിലൂടെ ജീവിതത്തിൽ തോന്നിവാസം കാണിച്ചവരുടെ കോലങ്ങൾ അങ്ങ് കണ്ടാൽ അവരെ അതിന് മാത്രം സ്നേഹിക്കുന്ന അങ്ങയുടെ അവസ്ഥ എനിക്ക് കാണാൻ കഴിയൂലല്ലോ നബിയേ. അത് ചിന്തിച്ചപ്പോ തന്നെ എനിക്ക് സങ്കടം വരുന്നു നബിയേ. അങ്ങയുടെ സമുദായത്തോടങ്ങൾക്ക് എത്ര സ്നേഹമല്ലേ. അതുകൊണ്ടല്ലേ ഓരോ സമുദായം വരുമ്പോഴും എന്റെ സമുദായമാണോ ജിബ്രീല് എന്നങ്ങ് ചോദിക്കുന്നത്. നബിയേ, അങ്ങയുടെ സമുദായത്തിലെ ഒരുപാട് പാപികൾ, ഒരുപാട് ദ്വാഫാക്കൾ ഈ സാഹിറയിലെത്തുമ്പോ വട്ടപൂജ്യമായ മടങ്ങുന്നവരുടെ കോലം അങ്ങക്ക് കാണാൻ കഴിയൂല നബിയേ. അതോർത്തിട്ടാണ് ഞാൻ കരഞ്ഞു പോയത് റസൂലുള്ളാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ അലൈഹിസ്സലാം ഇത് പറഞ്ഞുകൊണ്ട് കരയുന്നു. ഒരിച്ചിരി കടിയുന്നതോടുകൂടി അല്ലാഹുവിന്റെ മുത്ത് ഹബീബിന്റെ അനുയായി വൃന്ദം ഇതേ അവസാനമായി കടന്നു വരുന്നു. മസ്റയുടെ രണ്ടാം ഭാഗം കേൾക്കുന്ന എന്റെ അടീക്കോട്ട സഹോദര, ആ വിഭാഗത്തിൽ നീയുണ്ട് മോനെ. പാവപ്പെട്ട അബൂ റബീന്റെ പിതാവേ, എന്റെ പൊന്നുമ്മയുണ്ട് ഉമ്മ, എന്റെ പൊന്നുപെങ്ങളുണ്ട് മോളെ. നേരെ നബിയുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. 40 രൂപങ്ങളിലാണ്, ഒരുപാട് പേക്കോലങ്ങളാണ്. നമ്മൾ ഏത് വിഭാഗത്തിലാണെന്ന് അറിയൂല പ്രിയപ്പെട്ടവരെ. ഉടനെ മോമിനീങ്ങളുണ്ടല്ലോ, നബിയെ നെഞ്ചിലേറ്റി കൊണ്ട് നടന്നവർ, അല്ലാഹുവിനെതിരെ അതിക്രമം പ്രവർത്തിക്കാതെ ജീവിച്ചവർ, തൗബയൊന്നും ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സുന്ദരമായ സൽക്കർമ്മമാക്കി കൊണ്ട് നടന്നവർ, അവരാ പ്രശോഭിതമായ മുഖക്കമലങ്ങളോട് നബി തങ്ങളെ കണ്ടപാട് നബിയുടെ മുമ്പിലേക്ക് ഓടി ചെല്ലുന്നു. റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ബസറയിലേക്കാണ് നബിയേ. അവിടെ അങ്ങയുടെ കൂട്ടുണ്ടാവണേ നബിയേ. അവിടെ വെച്ചുകൊണ്ട് നബി തങ്ങളെ സന്തോഷം പങ്കുവെക്കും. പ്രിയപ്പെട്ടവരെ, ഇത് അബൂ റബീന്റെ വാക്കല്ല, ഇത് അല്ലാഹുവിന്റെ മുത്ത് നബിയുടെ വാക്കാണ്. അവിടെ വെച്ചുകൊണ്ട് നബി തങ്ങളെ മോമിനീങ്ങളുമായി സന്തോഷം പങ്കുവെക്കുന്നു. സാധുക്കളായ നമ്മളെ പോലുള്ള പാപികളുണ്ടല്ലോ, തോന്നിവാസം ജീവിതമാക്കിയ എന്തെങ്കിലും ചെറിയ അമല് ചെയ്താൽ അത് തന്നെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണെന്ന് കരുതുന്ന തനി വ്യക്തികളായ ഞാനും നിങ്ങളും അവിടെ വെച്ചുകൊണ്ട് നിലവിളിക്കുന്നു, വാ മുഹമ്മദാ. ഇതാണ് അവിടുത്തെ നിലവിളി പ്രിയപ്പെട്ടവരെ. അതുവരേക്കും അല്ലാഹുവിന്റെ മുത്ത് നബി പഠിപ്പിച്ചിട്ടുണ്ട്, വാ അഹ്മദാ, വാ മുഹമ്മദ് നബിയേ. അല്ലാഹുവിന്റെ ബസറയിലാണ് നബിയേ. എന്റെ കോലം കണ്ടോ റസൂലുള്ളാഹ്, എന്റെ അവസ്ഥ കണ്ടോ നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നിലവിളി പടച്ച തമ്പുരാൻ കേൾക്കുന്നു. ഉടനെ അല്ലാഹു ജിബ്രീലിനെ വിളിക്കുന്നു. ജിബ്രീലേ, ഐന ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. മുഹമ്മദ് നബിയുടെ ഉമ്മത്തികൾ എവിടെയാണ് ജിബ്രീൽ? അവരെ മുഹമ്മദ് നബിയെ വിളിക്കുന്നുണ്ടല്ലോ ജിബ്രീൽ. അവരെവിടെയാണ് ജിബ്രീൽ? ഉടനെ ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്നു നബിയെ. അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ് അവരെ പാമ്പായും തേളായും കഴുതയായും ഒക്കെ രൂപാന്തരപ്പെട്ടതിന്റെ പേരിൽ അവര് മുഹമ്മദ് നബിയെ വിളിച്ചുകൊണ്ട് കരയുകയാണ്. അവിടുത്തെ മുമ്പിലെത്തുമ്പോ അവിടുത്തെ നീതിയുക്തമായ രീതിയിൽ ഹിസാബില്ലാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ അവിടുത്തെയോട് റെക്കമെൻഡ് ചെയ്യാൻ അവര് മുഹമ്മദ് നബിയെ വിളിക്കുകയാണ്. റബ്ബേ, അല്ലാഹ്
ഉടനെ അല്ലാഹു തആല ജിബ്രീലിനോട് തിരിച്ചു പറയുന്നു, ഖുൽ ലി ഹബീബി മുഹമ്മദ് അയ്യുഖദ്ദിമ ഉമ്മതഹു ലിൽ അർളി. ജിബ്രീലേ മുഹമ്മദ് നബിയോട് പറ, എന്റെ മുഹമ്മദ് നബിയോട് പറ, അവിടുത്തെ ഉമ്മത്തികളെ അല്ലാഹുവിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പറ, അല്ലാഹുവിന്റെ തിരുസന്നിധാനത്തിന്റെ മുമ്പിലേക്ക് വരാൻ പറ, സാഹിറയിൽ യജമാനന്റെ തിരുഹലറത്തിന്റെ മുമ്പിലേക്ക് വന്ന് അനുസരണയോട് വെളിപ്പെട്ടു നിൽക്കാൻ പറ. മുഹമ്മദ് നബിയോട് പറയാൻ അല്ലാഹു ജിബ്രീലിന് നിർദ്ദേശം നൽകുന്നു. പ്രിയപ്പെട്ടവരെ, നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹ് പറയേ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളോട് വെളിവാക്കാൻ പറയും. മുഹമ്മദ് നബിയോട് പറയാം പെട്ടെന്ന് കൊണ്ടുവരാൻ. ബാക്കിയുള്ള സമുദായമൊക്കെ പിന്നില്ല. ആദ്യം പോയത് മറ്റുള്ളവരാ. എന്നിട്ട് അവരോടൊക്കെ നിൽക്കാൻ പറഞ്ഞിട്ട് മുഹമ്മദ് നബിയെ മാനിച്ചിട്ട് മുഹമ്മദ് നബിയുടെ സമുദായത്തോട് പെട്ടെന്ന് വെളിവാക്കാൻ പറയും. എവിടെ വെളിവാകാനാ? അല്ലാഹുവിന്റെ മുമ്പിലാ. അള്ളാഹുടെ മുമ്പിൽ വെളിവായി നിൽക്കാനായി പറയുന്നത്. അള്ളാഹുടെ മുമ്പിലോട്ട് കയറി നിൽക്കാൻ നബിയോട് പറയാം. ഓരോ പ്രവാചകന്മാരാണല്ലോ അധ്യക്ഷന്മാര്. അപ്പൊ ആ സമുദായത്തിന്റെ അധ്യക്ഷൻ നബിയാ, കൊണ്ടുവരാൻ പറ, കൊണ്ടുവന്ന് നിർത്താൻ പറയേ. നബിയോട് പറയേ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളോ പേടിച്ചരണ്ട് മുഹമ്മദ് നബിയെ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് നിൽക്കേ, നബിയുനാ റസൂലുള്ളാഹി. ഉടനെ അള്ളാഹുടെ മുത്തുനബി നമ്മളെ വിളിച്ചിട്ട്, മക്കളെ എല്ലാരും വരും, അള്ളാഹുടെ മുമ്പിൽ അനുസരണയോടെ കയറി കയറി ഇപ്പൊ അങ്ങോട്ട് രക്ഷപ്പെട്ടു പോടാ, കുഴപ്പമൊന്നുമില്ല വരും എന്നും പറഞ്ഞ് നബി വിളിക്കല്ല. നബിക്കറിയാം നമ്മളെ. അള്ളാഹുടെ മുമ്പിൽ നിൽക്കാനുള്ള കെട്സ് നമുക്കില്ല എന്ന് അള്ളാഹുടെ മുത്തുനബിക്കറിയാം. നബിയുനാ റസൂലുള്ളാഹി. അതാ മുത്തുനബി, അതാ മുത്തുനബി. ആ നബിക്ക് ഒരിക്കലും ഈ സ്വലാത്ത് ചെല്ലുന്നതൊന്നും വെറുതെ ആവൂല പ്രിയപ്പെട്ടവരെ. ഇതിന്റെയൊക്കെ നേട്ടമൊക്കെ കാണുന്ന ലോകം അതാ. അതൊന്നും ഇല്ലെങ്കിലും മുത്തുനബി നമ്മളെ സഹായിക്കും. അതാ മുത്തുനബിക്ക് നമ്മളോടുള്ള സ്നേഹം. അത് തന്നെ നമ്മൾ അത് ചെയ്യാം. നോക്ക്, വെളിവാകാൻ പറയും. ജിബ്രീൽ വന്നിട്ട് നബിയോട് പറയും, നബിയേ അങ്ങയുടെ ഉമ്മത്തികളോട് വെളിവാകാൻ പറഞ്ഞു, അള്ളാഹുടെ മുമ്പിൽ വെളിവാകാൻ പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് അള്ളാഹുടെ മുമ്പിൽ എത്തും. എന്നിട്ട് അള്ളാഹിനോട് പറയും, പടച്ചവനെ, ഇന്നഹും ളുഅഫാ പടച്ചവനെ, എന്റെ പാപപ്പെട്ട ഉമ്മത്തികളെ നിന്റെ മുമ്പിൽ തിരുഹലറത്തിൽ വെളിവാക്കാൻ പറഞ്ഞ എന്റെ ഉമ്മത്തികൾ ആകെ നാണക്കേടിൽ നിൽക്കേ, അവരാകെ തകർന്നു നിൽക്കേ, അവര് ഭയപ്പെട്ട് നിൽക്കേ, അവരാകെ തകർന്നു നിൽക്കേ പടച്ചവനെ. അതുകൊണ്ട് നിന്റെ മുമ്പിൽ വെളിവാകാതെ അവരെ ഒന്ന് മാറ്റി തരണം. വെളിവാകാതെ എന്തെങ്കിലും ഒരു ആനുകൂല്യം നീ തരണം. ഒരു പ്രവാചകന്മാരും അവരുടെ ധൈര്യത്തോടെ നിൽക്കാതിരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി വാദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരണം. ഉടനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബിയോട് പറയുന്ന, റസൂലുള്ളാഹ് ലാ ബുദ്ദ ലിൽ അർളി, എന്റെ മുമ്പിൽ വെളിവാകാതെ രക്ഷയില്ല, എന്റെ മുമ്പിൽ വെളിവാകാതെ രക്ഷയില്ല നബിയേ. ഇനി ആരെന്ന് പറഞ്ഞാലും രക്ഷയില്ല നബിയേ. അങ്ങയുടെ സമുദായമാണെങ്കിലും ശരി, അവര് നമ്മുടെ മുമ്പിൽ വെളിവാകാതെ രക്ഷയില്ല നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങളെ പിന്തിരിഞ്ഞ് പോകൂല ഉമ്മ. വീണ്ടും അല്ലാഹുവോട് യാചിക്കുന്നു. 3 പ്രാവശ്യം പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി ബസ്റയിൽ അല്ലാഹുവിന്റെ മുത്തുനബി യാചിക്കുന്നു. അല്ലാഹ് പറയുന്നു, പറ്റൂല നബിയേ, അങ്ങ് എന്ത് പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാ. പക്ഷേ നമ്മുടെ മുമ്പിൽ അങ്ങയുടെ ഉമ്മത്തികളെ വെളിവാക്കാതെ രക്ഷയില്ല. ആദ്യം അങ്ങയുടെ ഉമ്മത്തികളെ നമ്മൾ പരിഗണിക്കാം, പക്ഷേ അവര് നമ്മുടെ മുമ്പിൽ വെളിവാകാതെ രക്ഷയില്ല നബിയേ. ഉടനെ അല്ലാഹുവിന്റെ മുത്തുനബി പടച്ച തമ്പുരാനോട് കെഞ്ചുന്നു, അല്ലാഹ് അവരെ വെളിവാകുന്നതിന് മുമ്പ് എനിക്കൊരവസരം തരുമോ അല്ലാഹ്. ഞാൻ മനുഷ്യ പിതാവായ ആദം നബിയെ ഒന്ന് സമീപിച്ചോട്ടെ, ആദം നബിയെ ഞാനൊന്ന് കണ്ടോട്ടെ, എനിക്ക് അതിനൊരു അവസരം തരുമോ അല്ലാഹ്. ഉടനെ അല്ലാഹു തആല അനുവാദം നൽകും. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ചങ്ക് തകർന്നു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ മുത്തുനബി ആദം നബിയെ അന്വേഷിച്ചു പോകുന്നു. ആദം നബിയെ കണ്ടുമുട്ടുന്നു. എന്നിട്ട് ആദം നബിയോട് പറയുന്നു, ആദം നബിയേ, അങ്ങന്റെ ഉമ്മത്തീങ്ങളുടെ ബാപ്പയാണ്, വാന നബിയും, ഞാൻ അവരുടെ നബിയുമാണ്. അങ്ങ് അവരുടെ ബാപ്പയാണ്, ഞാൻ അവരുടെ നബിയാണ്. നമ്മൾ രണ്ടുപേരും ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ ഒരുപോലെ ബാധ്യതപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ മക്കളുടെ പിതാവേ,
ഫഇന്നാ നഖ്സിമു ദുനൂബഹു, നമ്മുടെ ഈ മക്കളുടെ, നിങ്ങളുടെ ഈ മക്കളുടെ, എന്റെ ഈ സമുദായത്തിന്റെ പാപക്കറകൾ മുഴുവൻ നമുക്ക് രണ്ടുപേർക്കും കൂടി അങ്ങ് ഉത്തരവാദിത്തം ഏറ്റെടുത്താലോ? ഞാൻ മാത്രം ഏറ്റെടുത്താ പറ്റൂല, ഞാനും ഏറ്റെടുക്കാം. ഒരു പിതാവെന്ന തരത്തിൽ നിങ്ങളും ഏറ്റെടുക്കുക. നമുക്ക് രണ്ടുപേർക്കും കൂടി ഈ സമുദായം ചെയ്ത പാപങ്ങൾ മുഴുവനും പങ്കിട്ടെടുത്തുകൊണ്ട് ആ പാപങ്ങളെ രക്ഷപ്പെടുത്തിയാലോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിനക്ക് വേണ്ടി നാളെ മസ്റയിൽ വെച്ച് അല്ലാഹുവിന്റെ മുത്തുനബി പാടുപെടുന്നത് കണ്ടോ ഉമ്മ? എന്റെ സഹോദര, കണ്ടോ? അല്ലാഹുവിന്റെ മുത്തുനബി നമുക്ക് വേണ്ടി പാടുപെടുന്നു. ഈ സമുദായം ചെയ്ത പാതകം മുഴുവൻ നമുക്ക് രണ്ടുപേർക്കും കൂടി ഏറ്റെടുക്കാമെന്ന ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു തീരുമ്പോ ഉടനെ ആദം നബി മുത്തുനബിയോട് പറയുന്നു, അന മസ്ഊലുൻ ബിനഫ്സി, മുഹമ്മദ് നബിയെ, എന്റെ ശരീരത്തെ കുറിച്ച് ഞാൻ എന്ത് പ്രയാസത്തിലാണ്, എന്റെ ശരീരത്തെ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന് പോലും എനിക്കറിയില്ല നബിയെ. അങ്ങയുടെ ഖുർആനിലൂടെ അങ്ങ് പഠിച്ചിട്ടില്ലേ, അങ്ങ് ഓതിയിട്ടില്ലേ, അങ്ങ് വായിച്ചിട്ടില്ലേ, അങ്ങ് മനസ്സിലാക്കിയിട്ടില്ലേ? അല്ല പറഞ്ഞ വാക്ക് ഫസാ ആദമു റബ്ബഹു ഫഗവാ, ഫസാ ആദമു റബ്ബഹു ഫഗവാ. ആദം നബി പടച്ച തമ്പുരാനോട് എതിര് പ്രവർത്തിച്ചു, അങ്ങനെ പിഴച്ചുപോയി എന്ന് അല്ലാഹു ആശയം വരുന്ന തരത്തിൽ അല്ല പറഞ്ഞ വാക്കങ്ങ് കേട്ടില്ലേ? അത് വല്ലാത്തൊരു വാക്കാട് നബിയേ. ആ വാക്കിന്റെ പേരിൽ ഞാൻ പേടിയിലാണ് മുഹമ്മദ് നബിയേ. അതുകൊണ്ട് എന്റെ മക്കളാണ്, അവരോട് എനിക്ക് സ്നേഹമുണ്ട്, പക്ഷേ അവരുടെ പാപം ഏറ്റെടുക്കാൻ എനിക്ക് കഴിയൂല. ഇത് പറഞ്ഞു തീരുമ്പോ അല്ലാഹുവിന്റെ മുത്തുനബി മൂർധാവിലേക്ക് കൈവച്ചുകൊണ്ട് കരയുന്നു. കരഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് തിരിച്ചു വരുന്നു. ഉടനെ അല്ലാഹു തആല പറയുന്നു, യാ മുഹമ്മദ് ഖർരിബുഹും ലിൽ ഹിസാബ്, ഖർരിബുഹും ലിൽ ഹിസാബ്. മുഹമ്മദ് നബിയെ, സമയമില്ല, അങ്ങയുടെ ഉമ്മത്തികളെ വിളിച്ചുകൊണ്ട് വരൂ. പടച്ച തമ്പുരാനായ നമ്മുടെ മുമ്പിലേക്ക് അങ്ങയുടെ ഉമ്മത്തികളെ വിളിച്ചുകൊണ്ട് വരൂ നബിയേ. അല്ലാഹുവിന്റെ മുത്തുനബി സ്വഹാബത്തിനോട് പറയുന്നു, എനിക്ക് പിന്നെ നിവൃത്തിയില്ല സ്വഹാബ, ഞാൻ നിങ്ങളെ അല്ലാഹുവിന്റെ മസ്റയിൽ, അല്ലാഹുവിന്റെ തിരുമുറ്റത്തേക്ക് നിങ്ങളെ കൊണ്ടു നിർത്തുന്നു. പക്ഷേ അശദ്ദു ബിസരി വസ്ഫൗലി ഉമ്മത്തി, നിങ്ങളെ ഞാൻ കൈവിടൂല സമുദായമേ, നിങ്ങളെ ഞാൻ കൈവിടൂല സ്വഹാബ. ഏത് വിധേനയും നിങ്ങളെ ശഫാഅത്ത് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ഞാൻ എന്റെ അരമുണ്ട് മുറുക്കി ഉടുക്കിയിട്ട് നിങ്ങളോടൊപ്പം തന്നെ ഒരു അല്പം പോലും വിശ്രമിക്കാതെ, എനിക്ക് ഒരുക്കി തന്ന സിംഹാസനത്തിൽ പോലും ഇരിക്കാതെ ഞാൻ ചുറ്റിക്കറങ്ങി പടച്ച തമ്പുരാനോട് നിങ്ങൾക്ക് വേണ്ടി യാചിക്കുമെന്ന നബിയുനാ വഹബീബുനാ വസയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഈ മഹ്ശറ, എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയെന്നറിയോ? ആ മഹ്ശറയിലെ സഫ് 120 സഫ് ഉണ്ടാകും. 120 സഫ് ഉണ്ടാകും മൊത്തം. മനുഷ്യൻ മാത്രല്ല, എല്ലാം കൂടിയിട്ട് നമ്മളെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുമ്പോൾ നമ്മളെ സഫ് കിട്ടൂലേ? ഇതേപോലെ മൊത്തം 120 സഫ് ഉണ്ടാകും. അതിലും വലിയ ഗൗരവം കേട്ടോ, ആകെ 120 എണ്ണം. ഇതിനകത്ത് എല്ലാം പെടും. മനുഷ്യനും ജിന്നും മലക്കും മറ്റ് ജീവജാലങ്ങളും പിന്നെ പക്ഷികളും മൃഗങ്ങളും മത്സ്യങ്ങളും ഇരകളും എല്ലാം കൂടിയിട്ട് 120 സഫുകളാക്കി അല്ലാഹു തആല നിർത്തും. പക്ഷേ നമ്മളെ പള്ളിയിൽ ജുമ്മയ്ക്ക് വരുമ്പോ കാണുന്ന സഫ് അല്ലത്. പിന്നെ ഏതാ സഫ് എന്നറിയോ? മഹാന്മാർ ഇബ്നു കസീർ തങ്ങൾ ഉദ്ധരിച്ച് പഠിപ്പിക്കുന്ന സുന്ദരമായി, ഒരു സഫ് അതിന്റെ നീളം തീരണമെങ്കിൽ 40 കൊല്ലം യാത്ര ചെയ്യേണ്ടി വരും. ഒരു സഫിന്റെ നീളം തീരണമെങ്കിൽ ഒരറ്റത്തും തുടങ്ങി മറ്റേ അറ്റത്തെത്തുമ്പോൾ 40 കൊല്ലം വേണ്ടി വരും. അത്ര നീളമാണ്. ഇനി ആ സഫിന്റെ വീതിയോ, ആ വീതി ഒരറ്റത്ത് തുടങ്ങി മറ്റേ അറ്റം തീരണമെങ്കിൽ 20 കൊല്ലം യാത്ര ചെയ്യേണ്ടി വരും. നീളത്തിന് 40 കൊല്ലം, വീതിയിൽ 20 കൊല്ലം യാത്ര ചെയ്യേണ്ടി വരും. അത് ഒരു സഫ്. അങ്ങനത്തെ 120 സഫ് ഉണ്ടാകും നാളെ മഹ്ശറയിൽ. അതിനകത്ത് എല്ലാം ഉണ്ടാവും, എല്ലാം അതിനകത്ത് പെട്ടിട്ടുണ്ടാവും. ഈ 120 സഫിൽ നിന്നിട്ട് എത്ര പേര് സ്വർഗത്തിൽ പോകുന്നറിയോ? ഇവിടെയൊക്കെ വിഷയം.
ഇവിടെയൊക്കെ പ്രയാസം. മുഅ്മിനാണ്, ഈമാനുള്ളവനെങ്കിൽ ചങ്ക് പൊട്ടുന്നത് ഇവിടെ. ഈ 120 സ്വഫിൽ നിന്ന് എത്ര സ്വഫ് സ്വർഗത്തിൽ പോകുന്നറിയോ? അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് നമ്മയൊക്കെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതൊക്കെ പറയുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ജനിക്കണ്ടായിരുന്നെന്ന് തോന്നൂലേ പ്രിയപ്പെട്ടവരെ? മനുഷ്യന എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇത് എനിക്കെന്നല്ല, എന്നെക്കാൾ ഈമാനുള്ളവൻ നിങ്ങൾക്കൊക്കെ ഒരുപാട് തോന്നും ഇത്. കാരണം ഇത് അനുഭവിക്കണ്ടേ. ഇത് ഈമാൻ മാത്രമല്ലല്ലോ, ഇത് നാളെ എന്തായാലും അനുഭവിച്ചല്ലേ പറ്റൂ. അള്ളാടെ മുമ്പിൽ എത്തുമ്പോ ഏത് കോലത്തിലെത്തും ആർക്കറിയാം പ്രിയപ്പെട്ടവരെ? അതൊന്ന്. രണ്ടാമത് ഈ പറയപ്പെടുന്നതിൽ ഏത് സ്വഫിൽ പെടും ആർക്കറിയാം? ഈ 120 സ്വഫുകളിൽ നിന്ന് ആകെ സ്വർഗത്തിന്റെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് വെറും 3 സ്വഫിന് മാത്രമായി. എന്റെ പ്രിയപ്പെട്ടവരെ, വെറും 3 സ്വഫ്. അവര് മാത്രമേ സ്വർഗം കാണൂ, അവര് മാത്രമേ നരകം കാണാതെ സ്വർഗത്തിലെത്തൂ. അതിലുണ്ട് ഹിസാബില്ലാതെ പോകുന്നവരും. ആകെ ആ ഹിസാബില്ലാതെ പോകുന്നവർ ഇതിൽ പെടും. ഇവിടെ നിന്നേ പറ്റൂ. ഈ മശറയിലേക്ക് കൊണ്ടു നിർത്തി 10 മിനിറ്റ് കഴിയുമ്പോൾ സൂര്യനെ കത്തിച്ച് പോക്കി 15 മിനിറ്റ് കഴിയുമ്പോൾ അരസും പ്രത്യക്ഷപ്പെട്ട് ഒരു 25 മിനിറ്റ് കഴിയുമ്പോൾ അള്ള വരുന്ന അതൊന്നല്ല. 50,000 വർഷം എന്ന് പറഞ്ഞത് 50,000 വർഷത്തിൽ നിന്ന് ഒരു തുള്ളി കുറയൂല എന്റെ പ്രിയപ്പെട്ടവരെ. കൊണ്ടുവന്ന് നിർത്തിയിട്ടായി പറയണത്. ആദ്യത്തെ 3 സ്വഫ് മാത്രം സ്വർഗത്തിൽ, ബാക്കി 117 നരകത്തിനാ. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും മലൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. നരകം നിറയ്ക്കാൻ പടക്കപ്പെട്ട മനുഷ്യ വിഭാഗം. പിന്നെ ആകെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ഈ 117 നരകത്തിലാണ്. പിന്നെ അതിൽ കിട്ടുന്ന ആകെ ഒരു സമാധാനം, ഒരു ചെറിയ സമാധാനം കിട്ടുന്നത് യഅ്ജൂജും മഅ്ജൂജും ഇതിനകത്തുണ്ട്. നമ്മളെ എത്രയോ ഇരട്ടിയുണ്ടവന്മാര്. ആരായി യഅ്ജൂജും? അത് രാക്ഷസന്മാരോ ശൈത്താന്മാരോ ഒന്നുമല്ല, മനുഷ്യനാ. ആദം നബിയുടെ മക്കളായ യഅ്ജൂജ് മഅ്ജൂജ്. പക്ഷേ തോന്നിവാസവും അക്രമവും സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ദുൽഖർനൈനി രാജാവ് എല്ലാത്തിനും മൂടിക്കെട്ടി പൊതിഞ്ഞു വെച്ചിരിക്കെ. ശബ്ദം ഖുർആൻ പഠിപ്പിക്കുന്നല്ലോ, കെട്ടും മട്ടും ഒക്കെ എല്ലാം കൂടെ സൂറത്തുൽ കഹ്ഫ് പഠിപ്പിക്കുന്ന തരത്തിൽ അവരങ്ങ് മൂടി വെച്ചിരിക്കെ. താനി തോന്നി അക്രമമല്ലാതെ മറ്റൊന്നും ചെയ്യാൻ. അതിൽ ഒരു കുട്ടി പോലും സ്വർഗത്തിൽ പോകൂല. ആ വർഗം മുഴുവനും നരകത്തിലാണ്. അവരുടെ തോന്നിവാസം അങ്ങനെ. ചെങ്കിസ് ഖാന്റെ പട്ടാളം നടത്തിയിട്ടുള്ള കിരാതമായ അതിക്രമങ്ങൾ അറിയാലോ. ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട വിശ്വാസികളെ ചുട്ടരിച്ചിട്ട് ഇസ്ലാമിന് സമസാഖിലം തകർത്തെറിയാൻ വേണ്ടിയിട്ട് ഇസ്ലാമിന്റെ ആധികാരിക പ്രമാണങ്ങളെ പോലും തീകൊളുത്തി തകർത്ത് കളഞ്ഞിട്ട് കണ്ണിൽ കണ്ട പരിശുദ്ധമായ പർണശാലകളും പരിശുദ്ധമായ പടച്ചതമ്പുരാൻ ആരാധിക്കപ്പെടുന്ന സമാധാനത്തിന്റെ പുണ്യഗേഹങ്ങളായ ഇറാഖിലും സിറിയയിലും ഇറാനിലടക്കമുള്ള പരിശുദ്ധമായ പള്ളിയുടെ പുണ്യഗോപുരങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ട് കാണിച്ച ചെങ്കിസ് ഖാന്റെ കിരാതമായ പടയോട്ടം, അതിന്റെ 100 ഇരട്ടി ശക്തി വരും ഇവരുടെ അക്രമം. അങ്ങനത്തെ അക്രമികളാണ്. അതിന്റെ 100 ഇരട്ടി ശക്തി വരും ഇവരുടെ അക്രമം. ആ അക്രമികളൊക്കെ ഇപ്പൊ ഇങ്ങനെ മൂടി വെച്ചിരിക്കുക. കുറച്ച് കഴിയുമ്പോ പുറത്തു വരും. പുറത്തു വന്ന ഒരാളും ചിരിച്ചിട്ടും കാക്കാന്ന് വിളിച്ചിട്ടും അച്ചാന്ന് വിളിച്ചിട്ടും രക്ഷപ്പെടാന്ന് കരുതണ്ട, ഒരു കൊന്നു തള്ളും. അത്തരത്തിലുള്ള വെറും അക്രമികൾ അവരെല്ലാരും നരകത്തിലാണ്. പക്ഷെ അവരും ഈ പറയപ്പെട്ട ഈ 120 സ്വഫിലുണ്ട്. ആ അനുവാദമൊക്കെ ചേർത്തി വരുമ്പോ ഈ 3 സ്വഫിൽ പെടാം. അള്ളാഹു പെടുത്തുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, 120 സ്വഫാക്കി എല്ലാരെയും നിർത്തിയിരിക്കേ. എല്ലാരും ഉണ്ട്, ഞാനുണ്ട്, നിങ്ങളുണ്ട്. എല്ലാരും നിൽക്കുമ്പോ ഉടനെ അള്ളാഹുവിന്റെ തീരുമാനം വരും. മിമ്പർ കൊണ്ടുവരാൻ പറയും. രാജസിംഹാസനം ആർക്കാ? ആദം നബിക്കല്ല, അതൊക്കെ പിന്നെ മൂസ നബിക്കല്ല, ഈസ നബിക്കല്ല. ഇത് മനസ്സിലാക്കുക. നമുക്ക് വരാനുള്ള സംഗതികൾ, ഭാവിയിൽ വരാനുള്ളത് ഇപ്പോഴേ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്റെ പ്രിയപ്പെട്ടവർ. അപ്പൊ ഉപകരിക്കാനില്ല. ഇതൊക്കെയാണ് മഷറെന്ന് ഞാനും നിങ്ങളൊന്ന് പഠിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ. അതിനു വേണ്ടിയിട്ട് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെ സിംഹാസനം കൊണ്ടുവരാൻ പറയും. ആർക്ക്? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിംഹാസനം കൊണ്ടുവരും, മിമ്പർ കൊണ്ടുവരും. നബി ആ മിമ്പറിൽ ഇരുത്തും. അപ്പോഴൊന്നും അല്ല വെളിവാകൂല. അല്ല മഹ്ശറയിൽ വെളിവാകും. അല്ല വെളിവാകും. നമുക്ക് കാണാം. മഹ്ശറയിൽ വെച്ച് തന്നെ കാണാം. പാപികൾക്കും കാണാം. മുഅ്മിനീങ്ങൾ കാണും പോലെ പാപികൾക്കും കാണാം മഹ്ശറയിൽ. പക്ഷേ സ്വർഗത്തിൽ കാണുന്ന തിരുദർശനല്ലത്, ഭയദർശനമാണ്. അതാ പ്രശ്നം. പറ്റൂല നമുക്ക് പിടിച്ചിരിക്കാൻ. സ്വർഗത്തിലെ കാഴ്ച വേറെ, ആ സുഖമുള്ള കാഴ്ച അല്ല ഇവിടെ അള്ളാനെ കാണുന്ന അവസ്ഥ. വരാം, വരിക വിവരിക്കാം എന്റെ പ്രിയപ്പെട്ടവരെ. ഉടനെ നബിത്തങ്ങൾക്ക് സിംഹാസനം കൊണ്ടുവരും. നബിത്തങ്ങളുടെ മുമ്പിൽ ലിവാ ഉൽ ഹംദ് എന്ന പരിശുദ്ധമായ കൊടിയും കൊണ്ടുവരും. 5 ലക്ഷത്തോളം മലക്കുകളുടെ അകമ്പടിയോടെ ലിവാ ഉൽ ഹംദ് എന്ന പരിശുദ്ധമായ കൊടിയും കൊണ്ടുവന്ന്, പതാക കൊണ്ടുവന്ന് നബിത്തങ്ങളുടെ മുമ്പിൽ കാട്ടും.
അതിനുശേഷം ഓരോ പ്രവാചകന്മാർക്കും സിംഹാസനം കൊണ്ടുവരും. ഓരോ പ്രവാചകന്മാർക്കും പതാകയും നൽകും. എന്നിട്ട് അള്ളാഹുവിന്റെ ഖലീഫമാർ, ഇവിടെയൊക്കെ നമ്മളെ ഓരോ ഗുണങ്ങളുടെ നേട്ടം ഇവിടെ വെച്ച് മനസ്സിലാക്കാം. ഓരോ ഖലീഫമാര്, 4 ഖലീഫമാർക്ക് നൽകപ്പെടും 4 പതാക. ഏതൊക്കെ പതാക എന്റെ പ്രിയപ്പെട്ടവരെ ചുരുക്കി ഒന്ന് വിവരിച്ചു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദിഖിന്റെ പതാക, സത്യത്തിന്റെ പതാക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരൊക്കെ ജീവിതത്തിൽ സത്യം പറഞ്ഞ് ജീവിച്ചോ അവർക്കൊക്കെ ആ പതാകയുടെ കീഴിൽ കൂടാം. അവരൊക്കെ വിജയിച്ചവരാ, അവരൊക്കെ സ്വർഗത്തിന്റെ അഹലുകാരാ. ആ പതാകയ്ക്ക് കീഴിൽ ആരൊക്കെ സത്യത്തിൽ സത്യസന്ധമായി വാക്കുകൾ പറഞ്ഞ് ജീവിച്ചോ അവർക്കൊക്കെ ആ പതാകയുടെ പിന്നിൽ കൂടാം. 2, നീതിയുടെ പതാക ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നീതിയുക്തമായി കുടുംബമായാലും മഹല്ലായാലും ഭരണമായാലും നാടായാലും രാജ്യമായാലും നീതിയുക്തമായി ഭരണം നടത്തിയവരാരൊക്കെയുണ്ടോ കുടുംബത്തിലെ ബാപ്പയും കുടുംബത്തിലെ ഭർത്താവും ഒക്കെ അതിൽ പെടും, കാരണവന്മാരൊക്കെ പെടും. ആ നീതിയോടെ നിർവഹിച്ചവരാരോ അവരൊക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കൊടിക്ക് കീഴിൽ ഒരുമിച്ച് കൂടും. ശുഹദാക്കളുടെ പതാക ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾക്ക് നൽകും. ശുഹദാക്കൾ മുഴുവനും ആ ഉസ്മാൻ തങ്ങളുടെ പിന്നിൽ അണിനിരക്കും. ഫിഖ്ഹിന്റെ പതാക മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബത്തിന്റെ ഏറ്റവും വലിയ ഫിഖ്ഹി പണ്ഡിതന് നൽകും. പണ്ഡിതരൊക്കെയും ആ കൊടക്കീഴിൽ ഒരുമിച്ച് കൂടും. അതുപോലെ സുഹദിന്റെ പതാക അബൂ ദർദാ റളിയല്ലാഹു അൻഹു, ഖിറാഅത്തിന്റെ പതാക ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു, വാങ്കു വിളിക്കുന്നതിന്റെ പതാക ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു. അതുപോലെ വിഷം നൽകപ്പെട്ട തരത്തിൽ നിഷ്ഠൂരം കൊല ചെയ്യപ്പെട്ടവർക്കും അതുപോലെ മർദ്ദിതർക്കുമുള്ള കൊടി മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാക്ക് നൽകും. അത്തരത്തിലുള്ളവർ മുഴുവനും ആ പതാകയുടെ കീഴിൽ കൂടാൻ വേണ്ടിയിട്ടുള്ള വിളംബരം നടത്തപ്പെടുകയും അവരോരോരുത്തരെയും മലക്കുകൾ കൊണ്ടുവന്നിട്ട് ആ കൊടി കീഴിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. ഇതെന്തിനാണെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ? രക്ഷപ്പെടുത്തി എങ്ങനെങ്കിലും രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ അവിടെ ഒരുക്കി. ഒരാൾ കുറെയൊക്കെ തോന്നിവാസം ഉണ്ടെങ്കിൽ സത്യമാണ് അയാൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഹാനായ അബൂബക്കർ തങ്ങളോടൊപ്പം കൂടാം. വീട്ടിലും കുടുംബത്തിലൊക്കെ നീതിയോടെയാണ് ഒരാൾ ജീവിച്ചതെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോടൊപ്പം കൂടാം. ആ കൂടുന്നവരാരെയും തട്ടൂല. ആ കൂടുന്നവരൊക്കെ ആ പതാകയൊക്കെ വിജയത്തിന്റെ പതാകകള്, അതോടൊപ്പം അവർക്ക് കൂടാം. ആദം നബി അലൈഹിസ്സലാം, തായിബീങ്ങളുടെ പതാക നൽകപ്പെടുന്നത് ആദം നബി അലൈഹിസ്സലാമിന്. ശുക്ർ, അല്ലാഹ്ക്ക് നന്ദി ചെയ്യുന്നവരുടെ പതാക നൽകപ്പെടുന്നത് നൂഹ് നബിക്ക്. അതുപോലെ തന്നെ ഉദാരത, ദാനധർമ്മം, പാവങ്ങളെ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവരും അവരുടെയൊക്കെ പതാക നൽകുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. സത്യസന്ധമായി ജീവിക്കുന്നവരുടെ പതാക ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്. കരഞ്ഞു ജീവിക്കുന്നവർ, അള്ളാഹ്ക്ക് വേണ്ടി കരഞ്ഞു ജീവിക്കുന്നവർ, റിയാലിറ്റി ഷോ കണ്ടിട്ടല്ലേ, മറ്റേതെങ്കിലും തരത്തിലുള്ള സീരിയൽ കണ്ടിട്ടല്ല, ഏതെങ്കിലും കഥകൾ വായിച്ചിട്ടല്ല, അള്ളാനെ ഓർത്ത് കരയുക, ദീനിനെ ഓർത്ത് കരയുക. അല്ലെങ്കിൽ ജീവിതത്തിൽ അള്ളാഹ് കൊടുത്ത പരീക്ഷണങ്ങളിൽ വന്ന വേദനകൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന കലായിലുള്ള വിഷമല്ല, പിന്നെയോ സഹിക്കുമ്പോ റഹ്മത്തായി വരുന്ന, പിടിച്ചു നിർത്താൻ കഴിയുന്ന തരത്തിൽ വരുന്ന കണ്ണുനീരുകൾ. ഈ കരഞ്ഞവർക്കുള്ള പതാക യാക്കൂബ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകുന്നു. പരദേശികളുടെ പതാക യൂസുഫ് നബി അലൈഹിസ്സലാമിന് നൽകുന്നു. രോഗികളും പ്പെട്ടവർക്കുമുള്ള പതാക അയ്യൂബ് നബി അലൈഹിസ്സലാമിനും അല്ലാഹു തആല നൽകുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഗുണമുള്ളവർക്കൊക്കെ അതിൽ ചെന്നുകൂടാം. ഒരാൾക്ക് സ്വതക്ക ചെയ്യാൻ കൂടുതൽ കഴിയുമെങ്കിൽ അയാളെ കഴിവിന്റെ പരമാവധി സ്വതക്ക ചെയ്തോട്ടെ. കാരണം അയാൾക്ക് ചെന്ന് ചേരാൻ കഴിയുന്നത് ആദം നബി സ്വതക്ക ചെയ്യാൻ കഴിയുന്നവർക്ക് ചെന്ന് ചേരാൻ കഴിയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്കാണ്. ഇബ്രാഹിം നബിയോടൊപ്പം അവർക്ക് കൂടാം. ഇങ്ങനെ ഓരോ പതാകയ്ക്കും കീഴിൽ അവരവർ ചെയ്ത നന്മകൾ വെച്ചുകൊണ്ട് അവർക്ക് ചെന്നുകൂടാൻ കഴിയും. നമ്മൾ എല്ലാവർക്കും ഗുണങ്ങളുണ്ട്, നിങ്ങളിലുണ്ട് ചില നല്ല ഗുണങ്ങൾ. ആ നല്ല ഗുണങ്ങൾ കൂടുതൽ അങ്ങോട്ട് പ്രവർത്തിക്കുക. എങ്ങനെയും രക്ഷപ്പെടണ്ടേ? മനുഷ്യനാണ്, ഒരുപാട് ന്യൂനതകൾ വരും. ആ അല്ല നല്ല ഗുണമായി തന്നത് എന്താണോ അത് കൂടുതൽ അങ്ങോട്ട് പരിവേശിപ്പിച്ച് കൂട്ടി ഈ പതാകയ്ക്ക് കീഴിൽ നമ്മൾ കൂടണം. അതെങ്കിലും ഇഖ്ലാസായി നിർവഹിക്കണം. ഈ ഇഖ്ലാസ് ഇല്ലാത്ത കാലഘട്ടത്തിൽ എന്താണോ നമുക്ക് അല്ലാഹു തആല ഏറ്റവും നല്ല അനുഗ്രഹമായ ഗുണങ്ങൾ, ആ സ്വഭാവം ചിലപ്പോ ഉദാരതയാകാം, ചിലപ്പോ ഉപദേശമാകാം, ചിലപ്പം നിസ്കരിക്കലാകാം, ചിലപ്പം ദാനധർമ്മം ചെയ്യല. ഇങ്ങനെ എന്താണോ അത് എന്നെ കൂടുതൽ ചെയ്യുക. നാളെ ആ കൊടക്കീഴിൽ ഒരുമിച്ച് കൂടണമെന്ന് കരുതിയിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പതാകകൾ നൽകും. 100 കണക്കിന് പതാക ഉണ്ട്. ഇതെല്ലാം നൽകി കഴിഞ്ഞിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോരുത്തരെ വിളിക്കുന്നു. യാ ആദം
ആദം നബിയെ നിങ്ങൾക്ക് തന്ന പതാകയ്ക്ക് കീഴിൽ അല്ലാഹുക്ക് വേണ്ടി തൗബ ചെയ്ത് ജീവിച്ചവരാരോ, അല്ലാഹുക്ക് വേണ്ടി തെറ്റ് ചെയ്തതിന്റെ പേരിൽ കുറ്റബോധത്തോടെ ജീവിച്ചവരാരോ അവരെ മുഴുവനും നിങ്ങളെ പതാകയ്ക്ക് കീഴിൽ വിളിച്ചു കൂട്ടുക. നൂഹ് നബിയെയും വിളിക്കുന്നു, ഇബ്രാഹിം നബിയെ വിളിക്കുന്നു. ഇബ്രാഹിം നബിയെ ആരൊക്കെ പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ആരൊക്കെ ദീനിനെ സഹായിച്ചിട്ടുണ്ട്, ആരൊക്കെ യതീമക്കളെ സഹായിച്ചിട്ടുണ്ട് അവരെ മുഴുവനെയും നിങ്ങളെ കുടക്കീഴിൽ പതാകയ്ക്ക് കീഴിൽ ഒരുമിച്ച് കൂട്ടുക. ഇങ്ങനെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ നബിത്തങ്ങൾ ഈ വിവരണം നൽകിയിട്ട് സ്വഹാബത്തിനോട് ചോദിച്ച സ്വഹാബ കൈഫ ബിക്കും, നിങ്ങളുടെ അവസ്ഥ എന്താ? ഈ നബിത്തങ്ങളുടെ അതേ ചോദ്യം എന്നോട് നിങ്ങളോടും ഈ മജ്‌ലിസിലൂടെ നബിത്തങ്ങൾ ചോദിക്കുകയാണെന്ന് ചിന്തിക്ക്. പ്രിയപ്പെട്ടവരെ, കൈഫ ബിക്കും, നിങ്ങളുടെ അവസ്ഥ എന്താണ് കൂട്ടരെ? ഇദാ ജമഅ അല്ലാഹു കമാ യുജ്മഉ നബലു ഫിൽ കിനാന, ആവനാടിയിൽ അമ്പ് കുത്തി നിറയ്ക്കുന്നത് പോലെ, ആവനാടിയിൽ അമ്പ് കുത്തി തിരുകുന്നത് പോലെ സാഹിറ എന്ന പ്രദേശത്ത് അല്ലാഹു ഹിസാബിന് വേണ്ടി ബശറ തീർത്തിട്ട് ഈ മനുഷ്യരെ മുഴുവനും കുത്തി നിറയ്ക്കുമ്പോൾ, ജീവജാലങ്ങളെ മുഴുവനും കുത്തി നിറയ്ക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ് കൂട്ടരെ? അല്ലാഹുവിന്റെ മുത്തുനബി ചോദിക്കുമ്പോ ആ പരിശുദ്ധമായ വാക്ക് കേട്ട എന്റെ ഉമ്മ നബിയുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കുമ്പോ എന്റെ ഉമ്മാടെ അവസ്ഥ എന്താണുമ്മ? എന്റെ പ്രിയപ്പെട്ട അഴീക്കോട്ട പെങ്ങള്, നിന്റെ അവസ്ഥ എന്താണ് മോള്? ഒന്ന് ഞെരുങ്ങാനും തിരിയാനും കഴിയാതെ അല്ലാഹുവിന്റെ മസ്റയിൽ ഇടിച്ചു പൊരിച്ചു നിർത്തുമ്പോ എന്റെ പൊന്നുമോളെ കഥ എന്താണ് മോള്? അല്ലാ, എന്റെ പൊന്നു സഹോദരാ, അബൂറബീയെ പേടി തോന്നുന്ന സഹോദരാ, ഈ പാവപ്പെട്ട അബൂറബീ ഉറപ്പായിട്ടും ഇത് അനുഭവിച്ചേ പറ്റൂ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും ഈ കോടിക്കണക്കിന് വരുന്ന അടിമകൾക്കെതിരെ ഞാനും ഇടിച്ചു നിർത്തപ്പെടുമ്പോൾ അല്ലാ, എന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയൂല. പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബേ, മുത്തുനബിയെ മാനിച്ച റബ്ബേ, ആ മുത്തുനബിയുടെ ഹക്ക് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഭയപ്പെടുത്തരുതേ അല്ലാ, ഞങ്ങളെ തകർക്കരുതേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാ അപ്പോഴും വെളിവാകൂല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും അവിടെ നിന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. നിങ്ങളെ പാവപ്പെട്ട അബൂറബിയുണ്ടല്ലോ, ബസ്റയുടെ രണ്ടാം ഭാഗം പറയുന്ന അബൂറബി അവിടെ നെഞ്ച് പിളർന്ന് നിലവിളിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും നിലവിളിക്കുകയാണ്. എന്റെ ഉമ്മമാരെ പൊട്ടിക്കരയുകയാണ്. ഉടനെ സഭസ്ഥാകിലും ജീവജാലങ്ങളും മലറി കരഞ്ഞുകൊണ്ടിരിക്കെ പടച്ച തമ്പുരാന്റെ ശബ്ദം വരുന്നു. പടച്ച തമ്പുരാന്റെ അലംഘനീയമായ ശബ്ദം വരുന്നു. യാ ഇബാദി അൻസിതൂ ഇലയ്യ. ഒരാള് പോലും മിണ്ടരുത് ഇവിടെ, ഒരാള് പോലും നാവ് ചലിപ്പിക്കരുത് ഇവിടെ, ഒരാള് പോലും നമ്മുടെ മുമ്പിൽ നിന്ന് ശബ്ദമുയർത്തരുത് ഇവിടെ. അൻസിതൂ ഇലയ്യ. ഒരൊറ്റ കുട്ടി മിണ്ടരുത്, ഒരൊറ്റ കുട്ടി ശബ്ദിക്കരുത്. അല്ലാഹുവിന്റെ പറച്ചിൽ വരുന്നു, കൽപ്പന വരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അല്ലാഹു തന്നെ വീണ്ടും പറയുന്നു, നിങ്ങൾ ദുനിയാവിൽ എത്ര കാലമാണ് അക്രമം ചെയ്തത്? ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ എന്റെ കൺമുമ്പിൽ വെച്ച് എന്തോ ഒരു അപരാധമാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയത്. ആ അപരാധമൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാൻ മിണ്ടാതിരുന്നില്ലേ? നിങ്ങളെ ശിക്ഷിക്കാതെ, നിങ്ങളെ തകർക്കാതെ, നിങ്ങളെ നശിപ്പിക്കാതെ, നിങ്ങളെ കുഴിച്ചു മൂടാതെ, നിങ്ങളെ ഭൂമിക്കടിയിൽ ആഴ്ത്തിക്കളയാതെ ഞാൻ എത്ര കാലമാണ് മിണ്ടാതിരുന്നത്? ആ എന്റെ കോടതിയുടെ മുമ്പിലെത്തിയിട്ട്, എന്റെ മുമ്പിലെത്തിയിട്ട് ശബ്ദമുയർത്തുകയോ? ഒരാള് പോലും മിണ്ടരുത്, ഒരു കുട്ടി പോലും ശബ്ദിക്കരുത്. ഇതാരുടെ കൽപ്പനയാണ് പ്രിയപ്പെട്ടവരെ? രാജാതിരാജനായ അല്ലാഹുവിന്റെ കൽപ്പനയാണ്, പടച്ച തമ്പുരാന്റെ ശബ്ദമാണ്. ആ ശബ്ദത്തിൽ കിടുകിടുപ്പുകൊണ്ട് ഫസഖത്തൽ ഖൗമോ ഫസഖത്തൽ ഇബാദ്. അടിമകൾ മുഴുവനും പേടിച്ചരണ്ട് നാവ് ചലിപ്പിക്കാതെ മിണ്ടാതെ നിൽക്കുന്നു. ഈ
കോടിക്കണക്കിന് വരുന്ന അടിമകൾ ഒരുമിച്ച് കൂടിയ ആ സാഹിറ എന്ന പ്രദേശത്ത് ഒരു മണൽ തരി ചലിച്ചാൽ അതുപോലും അറിയാൻ കഴിയുന്ന അതിന് മാത്രം നിശബ്ദം, ഒന്നും മിണ്ടുന്നില്ല, ആരും ചലിക്കുന്നില്ല, ആരും സംസാരിക്കുന്നില്ല, എല്ലാവരും പേടിച്ചരണ്ടു നിൽക്കേ. ജിബ്രീലിന്റെ നാവിൻ തുമ്പിലൂടെ വിളിയാളം വരുന്നു, അൽയൗമ അൽയൗമ തുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത് ലാ ദുൽമൽ യൗം. ഇന്നത്തെ ദിവസമുണ്ടല്ലോ, ഓരോ ശരീരവും ദുനിയാവിൽ വെച്ച് പ്രവർത്തിച്ചത് ഓർത്തെടുക്കുക. നിങ്ങളാ പ്രവർത്തിച്ചതിന്റെ സിക്തമായ ഫലം, നിങ്ങളാ പ്രവർത്തിച്ചതിന്റെ തക്കതായ ഫലം, അത് നന്മയാണെങ്കിൽ നന്മയുടെ പ്രതിഫലം, അത് തിന്മയാണെങ്കിൽ തിന്മയുടെ ശിക്ഷ, അത് കൃത്യമായി കിട്ടുന്ന ദിവസമാ. ലാ ദുൽമൽ യൗം, ലാ ദുൽമൽ യൗം. ഒരാള് പോലും ഇന്ന് ആക്രമിക്കപ്പെടൂല, ഒരാള് പോലും ഇന്ന് ഉപദ്രവിക്കപ്പെടൂല, ഒരാള് പോലും ഇന്ന് അവകാശപ്പെട്ടത് നൽകപ്പെടാതിരിക്കൂല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു കുട്ടി പോലും നമ്മുടെ മുമ്പിൽ നിന്ന് മിണ്ടരുതെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാർക്കശത്തോടെ കൽപ്പന അറിയിക്കുമെന്ന് നബിയുനാ വസയ്യിദുനാ റസൂലുള്ളാഹി.